നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അഭിപ്രായങ്ങൾ ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാതെ എന്തും സെൻസർ പോലും ചെയ്യാതെ തുറന്നടിക്കുന്ന ഒരു സംവിധായകനാണ് ശാന്തിവിള ദിനേശ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പലപ്പോഴും പല വിവാദങ്ങളിലും ചെന്ന് പെടാറുമുണ്ട്. സിനിമാ ലോകത്തെ പല അണിയറ കഥകളും ശാന്തിവിള ദിനേശ് ഇങ്ങനെ യൂട്യൂബ് ചാനലുകളിലൂടെ തുറന്നടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ തന്നെ വിമർശിക്കാൻ ആരെങ്കിലും മുതിർന്നാലോ അവർക്കും അതിരൂക്ഷമായ ഭാഷയിലാണ് ശാന്തിവിളയുടെ മറുപടി. അങ്ങനെ ഒരു മറുപടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് തന്നെ അന്തരിച്ച ഒരു പ്രമുഖ നടൻ്റെ മകനെതിരെയാണ് അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പുറത്തു പറയാൻ കൊള്ളാത്തൊരു കഥയും പുറത്തു വിട്ടിരിക്കുകയാണ്. തന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എന്നുള്ള മുന്നറിയിപ്പും താക്കീതും ശാന്തിവിള നൽകുകയാണ്. കഴിഞ്ഞ ദിവസം സിനിമാ കോൺക്ലേവിൽ വെച്ച് ഈ നടൻ്റെ മകൻ തനിക്കെതിരെ പരോക്ഷമായി സംസാരിച്ചുവെന്നാണ് ശാന്തിവിള ദിനേശ് പറയുന്നത്. എന്നാൽ നടൻ ആരാണെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലൂടെയായിരുന്നു സംവിധായകൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്: മലയാളത്തിലെ മഹാനായ ഒരു നടൻ്റെ മകൻ ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റുണ്ട്. ഔദ്യോഗികമല്ലാത്ത 2 ഭാര്യയുള്ള ആളാണ്. അതിൽ 6 പിള്ളേരുണ്ട്. അതിൽ മിടുക്കനായ ഒരുത്തനുണ്ട്. നമ്മൾ ബഹുമാനിക്കുന്ന നടൻ എൻ്റെ മകനാണെന്ന് അഭിമാനത്തോടെ പറയുന്ന ഒരു മകൻ. അവനെയൊക്കെ തഴഞ്ഞിട്ട് ഈ ചെറുക്കനാണ് ഈ നാടിൻ്റെ മൊത്തം പിതൃത്വം ഏറ്റെടുത്തിരിക്കുന്നത്. അച്ഛൻ ആശുപത്രിയിൽ കിടക്കുമ്പോൾ അയാളുടെ കാറും ഫോണും അടക്കം അടിച്ചു മാറ്റിയവനാണ്. മരിച്ചുപോയവരെ പറ്റി അനാവശ്യം പറയുന്ന ചില യൂട്യൂബർമാരുണ്ട്. അതിൽ ചിലർ ഇവിടെ ഇരിപ്പുണ്ട്. അതിൽ നടപടി എടുക്കണമെന്ന് അവൻ പറഞ്ഞു. ഞാൻ 3ാമത് ഇരിപ്പുണ്ട്. ഇത് കേട്ട് മന്ത്രി സജി ചെറിയാൻ പുല്ലുവില കൊടുത്തില്ല. ഈ അലവലാതി ചെറുക്കനോട് എനിക്ക് പറയാനുള്ളത്, 32 ദിവസം ആ മഹാനായ നടൻ കിടന്നപ്പോൾ 28 ദിവസവും അച്ഛനെ സ്നേഹിക്കുന്നത് പോലെ പോയിരുന്ന ആളാണ് ഞാൻ. എന്നെ ദിനേശേ എന്ന് അദ്ദേഹം വിളിച്ചിട്ടില്ല. ഞങ്ങൾ പിണങ്ങിയിട്ടേയില്ല. ഞാൻ ഒരു ദിവസം ചെന്നപ്പോൾ അന്ന് വൈകുന്നേരം 10 ലക്ഷം രൂപ ആശുപത്രിയിൽ കെട്ടിവെക്കണം. എന്ത് ചെയ്യും ചേട്ടാ എന്ന് ഇവൻ എന്നോട് ചോദിച്ചു. നിന്റെ കൈ കാശില്ലേ എന്ന് ചോദിച്ചു. ഇഷ്ടം പോലെ ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്നാണ് ഇവൻ്റെ മറുപടി. ഞാൻ ചേട്ടനോട് ചോദിക്കാൻ പറഞ്ഞു. ചേട്ടൻ തരില്ലെന്ന് പറഞ്ഞു. അച്ഛൻ്റെ ബാങ്കിൽ പണമുണ്ടല്ലോ, നീ അതെടുത്ത് ചിലവാക്കുന്നു. അച്ഛൻ എഴുന്നേൽക്കുമ്പോൾ അതൊക്കെ കിട്ടുമല്ലോ എന്നും പറഞ്ഞു. എൻ്റെ കയ്യിലില്ലെന്ന് പറഞ്ഞു. അന്ന് എന്നെ ചേട്ടാ എന്നാണ് വിളിച്ചത്. ഇന്ന് വേറെ പലതും വിളിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ ചികിത്സ നമുക്ക് സംസ്ഥാന സർക്കാരിനെ കൊണ്ട് ചിലവാക്കിക്കാം, ഏറ്റെടുപ്പിക്കാം എന്ന് ഒരു മാർഗവുമില്ലാത്തപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു. അങ്ങനെ ചീഫ് സെക്രട്ടറിയെ കണ്ടെന്നും ചീഫ് സെക്രട്ടറിയുമായി തനിക്ക് നല്ല ബന്ധമുണ്ടായിരുന്നുവെന്നും ശാന്തിവിള പറയുന്നു. 58 ലക്ഷം രൂപയാണ് അന്ന് സർക്കാർ ആ മഹാനടന് വേണ്ടി ചിലവഴിച്ചത്. അങ്ങനെ തൻ്റെ ഇടപെടലിലാണ് ചികിത്സാ സഹായം സർക്കാർ ആ മഹാനായ നടന് നൽകിയതെന്നും ശാന്തിവിള ദിനേശ് പറയുന്നു. എന്നെപ്പറ്റിയാണ് ഈ ചെറുക്കൻ പറയുന്നത്. മരിച്ചുപോയവരെ പറ്റി അനാവശ്യം പറയുന്നത്. മരിച്ചുപോയവരെ പറ്റി ഞാൻ പറഞ്ഞാലുണ്ടല്ലോ, അവൻ്റെ അച്ഛനെ പറ്റി പറഞ്ഞാൽ പോലും മലപ്പുറത്ത് 2 പിഞ്ചു പിള്ളേരുടെ പുറത്തുകൂടി വെളുപ്പാങ്കാലത്ത് കാറ് കയറ്റി ഇറക്കി മദ്രസയിൽ പോയി വന്ന കുട്ടികളായിരുന്നു അതെന്നും കാറ് മറിഞ്ഞെന്നും ഇവൻ്റെ അച്ഛൻ പാൻറ് ഇട്ടിട്ടില്ലെന്നും തൊട്ടടുത്തൊരു സ്ത്രീയാണ് ഇരിക്കുന്നതെന്നും രാവിലെ 6 മണിക്ക് ഇത് സംഭവിക്കുന്നു. ഞാനിതൊക്കെ പൊട്ടിച്ചാലുണ്ടല്ലോ ഇവൻ്റെയൊക്കെ തലയിൽ മുണ്ടിട്ട് കേരളം വിട്ടു പോകേണ്ടി വരുമെന്നാണ് ശാന്തിവിളയുടെ മുന്നറിയിപ്പ്. അന്ന് കാറിൽ തൊട്ടടുത്ത് ഒരു സ്ത്രീയാണ് ഇരിക്കുന്നത്. ഞാനിതൊക്കെ പുറത്ത് പറഞ്ഞാൽ അവനൊന്നും ഇവിടെ ജീവിക്കാൻ കഴിയില്ലെന്നും ഏറ്റവും അവസാനം ആ കുട്ടികളെ കാണാൻ വന്നോട്ടെ എന്ന് നടൻ ചോദിച്ചപ്പോൾ വന്നാൽ അവൻ്റെ ചെകിട്ട തടിക്കുമെന്ന് അവരുടെ അമ്മ പറഞ്ഞു. സിനിമാക്കാരെക്കുറിച്ച് അനാവശ്യം പറയുന്നവരുടെ ചാനൽ പൂട്ടണമെന്നാണ് ആ നടൻ്റെ മകൻ പറയുന്നത്. എൻ്റെ ചാനൽ പൂട്ടിയ പുല്ലാണ്. യൂട്യൂബ് വരും. സിനിമയിലെ പഴയ കാര്യങ്ങൾ പറഞ്ഞ് ജീവിക്കാമെന്ന് കരുതി സിനിമയിൽ ഇറങ്ങിയ ആളല്ല താനെന്നും അവൻ്റെ അപ്പൂപ്പൻ വിചാരിച്ചാൽ നടക്കില്ലെന്നും ശാന്തിവിള ദിനേശ് പറയുന്നു. ഇതോടൊപ്പം തന്നെ അമ്മയുമായി ബന്ധപ്പെട്ട വിവാദത്തിലും ശാന്തിവിള കൃത്യമായൊരു പ്രതികരണം പങ്കുവയ്ക്കുകയാണ്. അതിൽ സരിത എസ് നായർ കൂടി രംഗപ്രവേശം ചെയ്തതോടെയാണ് അദ്ദേഹം ഇതിനെതിരെ ശക്തമായി പറയുന്നത്. ബാബുരാജിനെതിരെ സരിത ഒരു ആരോപണം ഉന്നയിക്കുന്നത് ശരി, എന്നാൽ അതിനിടയിൽ മോഹൻലാലിൻ്റെ പേര് പരാമർശിച്ചതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു നടൻ സ്ത്രീകളെ തെറി പറഞ്ഞെന്നും ശാന്തിവിള ദിനേശ് ഇതോടൊപ്പം പറയുന്നു. ശാന്തിവിളയുടെ വാക്കിങ്ങനെ ആയിരുന്നു: അമ്മയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നു. മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി, ദിലീപ് ഒന്നുമില്ല മുന്നിൽ നിൽക്കാൻ. ഗണേശനൊന്നുമില്ല. അതിന് താഴെയുള്ള ആൾക്കാർ ഒന്നായപ്പോഴാണ് ഞാനാണ് രാജാവെന്ന് കരുതി ഓരോന്ന് കാണിക്കുമ്പോൾ ആണും പെണ്ണും എല്ലാം തെറി വിളിക്കുന്നത് കേൾക്കുമ്പോൾ രാജിവെക്കുന്നത് കാണുമ്പോൾ 15-ാം തീയതി എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയെന്നാണ് ഞാനടക്കമുള്ളവർക്ക് തോന്നുന്നത്. ഒരു പാനൽ ഉണ്ടാക്കി ജനറൽ ബോഡിയിൽ പാസ്സാക്കി എടുക്കേണ്ടതാണ് അമ്മ പോലെയുള്ളവർക്ക് ഭൂഷണം. ഇനിയെങ്കിലും പാനൽ അവതരിപ്പിക്കുക. തിരഞ്ഞെടുപ്പുകൾ ജനാധിപത്യപരമാണെന്ന് പറഞ്ഞു നടക്കരുത്. കാരണം ഇവന്മാർക്കൊന്നും അത്തരം ജനാധിപത്യ ബോധമൊന്നുമില്ലെന്നേ. നിർമ്മാതാക്കളുടെ സംഘടനയിലും പ്രശ്നമുണ്ട്. അവരെ ഒരു തരത്തിലും സംഘടനയിൽ ഇനി അടുപ്പിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിലവിൽ അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ദേവനും ശ്വേതാമേനോനും മാത്രം മത്സരിക്കുന്നു. ദേവൻ തോൽക്കുമെന്ന കാര്യം ഉറപ്പ്. അതറിയാത്തത് അദ്ദേഹത്തിന് മാത്രമാണ്. കാരണം അദ്ദേഹം ഒരു പാവമാണ്. അൻസിബയും അനൂപ് ചന്ദ്രനും തമ്മിൽ പ്രശ്നമുണ്ടായി. ബാബുരാജിൻ്റെ സിൽബന്തി എന്ന് അനൂപ് ചന്ദ്രൻ്റെ പ്രയോഗമാണ് അൻസിബയ്ക്ക് പ്രശ്നമുണ്ടാക്കിയത്. അതിലവർ പരാതി കൊടുത്തു. ജയിച്ച സ്ഥിതിക്ക് ഇനി അവർ പരാതിയുമായി മുന്നോട്ട് പോയില്ലായിരിക്കും. ഇതിനിടയിൽ അണ്ണാൻ കുഞ്ഞിനും തന്നാലായതെന്ന് പറയുന്നത് പോലെ സരിതാ നായർ ഒരു പരാതിയുമായി വന്നു.
തൻ്റെ അനാരോഗ്യവും അസുഖവും പരിഗണിച്ച് മോഹൻലാൽ കുറച്ച് തുക ബാബുരാജിൻ്റെ കൈവശം എനിക്ക് തരാൻ കൊടുത്തുവിട്ടതും ആ തുക KFCയിലെ സാമ്പത്തിക കുടിശ്ശിക ഒഴിവാക്കാൻ വകമാറ്റി ചിലവഴിച്ചെന്നുമാണ് സരിത ആരോപിക്കുന്നത്. സരിതയുടെ കാര്യം പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാം. KFCയിൽ നിന്നും 40 ലക്ഷം രൂപ കുടിശ്ശിക അടച്ചു തീർത്ത പേപ്പറും ഗൾഫിലെ ചില ബിസിനസ് ബന്ധുവുമായുള്ള പേപ്പറുകളും സരിത പുറത്തുവിട്ടു. ചികിത്സാ സഹായം ചെയ്യാൻ തക്കവണ്ണ ബന്ധം സരിതാ നായരുമായി മോഹൻലാലിനുണ്ടോ? അഥവാ ഉണ്ടെങ്കിൽ അവരെ സഹായിക്കാനുള്ള വലിയ തുകയൊക്കെ മറ്റൊരാൾ കൈവശം കൊടുക്കുമോ? ഇത്തരം ചോദ്യങ്ങളാണ് ബാക്കി നിൽക്കുന്നത്. മോഹൻലാലും ബാബുരാജും ഒന്നും ഇതിൽ പ്രതികരിച്ചിട്ടുമില്ല. ഏതായിരുന്നാലും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ, വിവാദ വിഷയങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ശാന്തിവിള ദിനേശ് ഇപ്പോഴും സജീവമായി തന്നെ നിൽക്കുകയാണ്. ബംഗ്ലാവിൽ ഔദയാണ് ശാന്തിവിളയുടെ ഏക സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. ഈ സിനിമ പരാജയമായിരുന്നു. നിരവധി സിനിമകളിൽ സഹസംവിധായകനായിട്ട് കൂടി ശാന്തിവിള പ്രവർത്തിച്ചിട്ടുണ്ട്. ഒപ്പം ചില സീരിയലുകളും ശാന്തിവിള സംവിധാനം ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.